ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞങ്ങൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഞാൻ നാട്ടിലായിരുന്നു. ഞാനിപ്പോൾ ജൂൺ 1 വന്നതേ ഉള്ളൂ തിരിച്ച്. ചന്ത് നേരത്തെ വന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ ചെന്ന സമയത്ത് കുറേ വീഡിയോ ഇടണമെന്ന് കുറേ പ്ലാൻ ചെയ്ത് കുറേ വീഡിയോയും എടുത്തതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒന്നിനും സമയം കിട്ടിയില്ല. കാരണം എല്ലാവരുമായിട്ട് ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ആയിട്ട് ഭയങ്കര കറക്കം അടിച്ചുപൊളിയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. ആ വീഡിയോ ഒക്കെ പതുക്കെ ഇടണമെന്നൊക്കെ ഉണ്ട്. എപ്പോൾ ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ ഇന്ന് ഒരു വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നടക്കാൻ പോവുക. അപ്പോൾ അതിന് മുന്നേ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് വീഡിയോ അങ്ങ് എടുത്ത് എഡിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങളൊരു പുതിയ വണ്ടി എടുക്കാൻ പോവാം. ഞങ്ങളിവിടെ വന്ന ഞാനല്ല, ചന്തു ഇവിടെ വന്ന ടൈമിൽ ഒരു പഴയ വണ്ടിയായിരുന്നു എടുത്തത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേ ടൈമിൽ ജോലിക്ക് വന്നുകൊണ്ട് ഞങ്ങൾ രണ്ടും ആ വണ്ടിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ രണ്ടുപേർക്ക് ജോലിക്ക് വേണം, അതേപോലെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണം, കുഞ്ഞിൻ്റെ ഡേ കെയർ കൊണ്ടുപോകണം, വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ 2 വണ്ടിയുടെ അത്യാവശ്യമുണ്ട്. അങ്ങനെ ഞങ്ങളൊരു വണ്ടി എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പാർത്തിൻ്റെ കാര്യമൊക്കെ നോക്കിയത് മമ്മിയായിരുന്നു. പാർത്തിനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിച്ചതൊക്കെ മമ്മിയായിരുന്നു. പക്ഷേ ആരൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞാലും പാർത്തിനെ ഒരു മേക്ക് ഓവർ ചന്തു നടത്തും. അതാ ഇപ്പോൾ കാണുന്നത്. കണ്ണാടിയൊക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ച് പാർത്തിനെ സെറ്റാക്കി. അതേപോലെ പാർത്തിന് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എല്ലാം റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. എല്ലാം നല്ല കാര്യം ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിക്കണമല്ലോ. ഇതാ ഞങ്ങളുടെ പഴയ വണ്ടി. ഞങ്ങൾ ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഈ വണ്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വണ്ടി കൊടുക്കുന്നില്ല. കാരണം എനിക്കിനി ജോലിക്ക് പോകുമ്പോൾ വണ്ടിയൊക്കെ വേണം. അതുകൊണ്ട് ഞങ്ങൾ ഈ വണ്ടി കൊടുക്കുന്നില്ല. നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു 40 മിനിറ്റോളം ഡ്രൈവ് ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്ന മാർക്കത്തു നിന്നാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. പാത്തനെ ഞങ്ങൾ വീഡിയോ ഒക്കെ കാണിച്ച് കുറച്ച് നേരം ഇരുത്തി. അത് കഴിഞ്ഞപ്പോൾ പാത്തൻ അങ്ങ് ഉറങ്ങിപ്പോയി. പാത്തനെ ഉറങ്ങുന്ന സമയമായിരുന്നു, ഉച്ചയായി. ഭയങ്കര വെയിലും അടിക്കും. അങ്ങനെ നമ്മൾ ഷോറൂമിൻ്റെ ഫ്രണ്ടിലെത്തി. ഞങ്ങൾ നാട്ടിലായിരിക്കുന്ന സമയത്ത് തന്നെ ചന്തു ഷോറൂമിൽ വന്നു. എല്ലാ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞായിരുന്നു. നമുക്ക് വണ്ടി പോയി എടുത്തുകൊണ്ട് വരേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ഓടി ഷോറൂമിലെത്തി. ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഞങ്ങൾ രണ്ടുപേരുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ റോഡിൽ കൂടെ നമ്മൾ കാറിൽ പോകാനായിരുന്നു. നമ്മൾ ഓടിയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയുമായിരുന്നു, ഓടിയെന്നല്ല, ബെൻസ് അങ്ങനത്തെ ലക്ഷറി വണ്ടിയൊക്കെ കാണുമ്പോൾ പറയും നമുക്ക് എപ്പോഴാണ് ഇങ്ങനൊരു വണ്ടി എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ദൈവം സഹായിച്ച് ഞങ്ങളിപ്പോൾ ഒരു വണ്ടി എടുക്കാൻ പോവുക. ഞങ്ങൾ ഓടി എടുക്കാൻ പോവുക. അങ്ങനെ പാർത്തന ഉറക്കമാണ്. പാർത്തനെ ഇനി എഴുന്നേൽപ്പിക്കണം. അതാണ് അടുത്ത ടാസ്ക്. പാർത്തനെ ഇനി എഴുന്നേൽപ്പിച്ച് അതെ, മൂടൊക്കെ ശരിയാവുമെന്ന് അറിയത്തില്ല. ഷൂ ഒക്കെ ഇടണം. ഷൂ ഒക്കെ ഇട്ട് കുട്ടപ്പനാക്കി കയറ്റണം. തൊപ്പിയുണ്ട്, കണ്ണാടിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. വാർത്തൻ എഴുന്നേൽക്കുന്ന മൂട് പോലെ ഇരിക്കും. വാർത്തൻ്റെ ഉറക്ക സമയം, അതുകൊണ്ട് എനിക്കറിയാം. ഇൻസേർട്ട് ചെയ്ത് നിൽക്കുന്ന ആളെ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് ഞങ്ങളുടെ ഫ്രണ്ടാ സെബിൻ. അവനൊരു കല്യാണത്തിന് പോയിട്ട് വന്നതുകൊണ്ട് എത്ര ടിപ് ടോപ്പ് ആയിട്ട് ഇരിക്കുന്നത്. ആ വൈറ്റ് ഷർട്ട് ഇട്ട ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട്, അത് ഗോകുൽ. വാർത്തൻ ഞാൻ ഷൂ ഒക്കെ ഇടിപ്പിച്ചു. പക്ഷെ വാർത്തൻ എഴുന്നേറ്റില്ല. വാർത്തൻ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്ലാൻ ഒന്നും നടക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ലക്ഷറി കാർ ഷോറൂമിൽ തന്നെ കയറുന്നത്. പാർത്തിന് ഞങ്ങൾ കണ്ണാടി വയ്ക്കാനും തൊപ്പി വയ്ക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് നോക്കി. പക്ഷേ അവൻ ഒരു വിധത്തിൽ അടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറേ കാറൊക്കെ ഞാനും മമ്മിയും കൂടെ നടന്ന് കാണുമായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തെത്തി. ഇന്ന് ഞങ്ങൾ എടുത്തേക്കുന്ന ഓഡി Q3 2025 വോൾസ്പ്രിംഗ് മോഡലാണ്. ഞങ്ങൾ കാറിൻ്റെ ഫ്രണ്ടിലെത്തി. ഞങ്ങളുടെ സ്വന്തം കാർ, സ്വന്തം ഓഡി. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാറിൻ്റെ കീ തന്നു. ഞങ്ങൾ പാർത്തനെ കൊണ്ടാണ് കാറിൻ്റെ കീ വാങ്ങിപ്പിച്ചത്. ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു അവൻ തന്നെ വാങ്ങിക്കണമെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തു കാറിൻ്റെ ഫ്രണ്ട് നിന്ന്. ഞങ്ങളങ്ങനെ പാത്തുവിനെ കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. പാത്തു ഫസ്റ്റ് വണ്ടി എടുക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. പാത്തുവിന്റെ ഗമ ഉണ്ടോ? വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അച്ഛൻ വരാം. Hey, good boy. Good boy. No, start it. Hey, carry. Good boy. വണ്ടി എടുത്തു കഴിഞ്ഞ് നേരെ അമ്പലത്തിൽ കൊണ്ട് പൂജിക്കാന്നൊക്കെ വിചാരിച്ചാണ് വന്നേ. അപ്പോൾ കുറച്ച് ഞങ്ങൾ നേരത്തെയാണ് വന്നേ. അതുകൊണ്ട് അമ്പലം ഇപ്പോഴേ തുറക്കത്തില്ല. അപ്പം ഞങ്ങളൊരു ചെറിയ ചായ കുടിച്ച് ചെറിയ
കടിയൊക്കെ കഴിക്കാൻ വന്നതാ. ഇപ്പൊ ഇവിടെ അയ്യപ്പന്റെ അമ്പലം ഉണ്ട് ഇവിടെ, ഞങ്ങളെ കാണിക്കാം. പൂജിക്കാനാ വന്നത്. ഇതാ ഞങ്ങൾ പറഞ്ഞ കട. ഇത് പുരാണി വിലാസ് എന്ന കടയുടെ പേര്. ഇവിടെ എല്ലാ സാധനവും കിട്ടും. പക്ഷെ ഞങ്ങൾ കൂടുതലും കയറുന്ന സ്നാക്സ് കഴിക്കാനാണ്. നമുക്ക് വൈകിട്ടത്തെ സ്നാക്സ് കഴിക്കാനാണ്. എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പ്രൈസാണ് ഭയങ്കര കുറവാണ്. മറ്റ് കടകളെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവാണ് ഇതിലെ സ്നാക്സിൻ്റെ ഒക്കെ വില. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ സാധനം വാങ്ങിച്ചുകൊണ്ട് സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. കൈ നിറയെ പലഹാരം ചായയുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കണം, വയറ് നിറയെ കഴിക്കണം. കുറച്ച് ദിവസമായി പലഹാരം കഴിച്ചിട്ട്. അതെ, നാട്ടിൽ നിന്ന് കഴിച്ചില്ല. നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായുള്ളൂ. കൊണ്ടുവന്ന് ഉപ്പേരിയും തിന്ന് എല്ലാം തിന്ന്. നാട്ടിൽ കിട്ടുന്നതെല്ലാം സുലഭമായി ഇവിടെ കിട്ടത്തുള്ളൂ. ഞങ്ങളുടെ അവിടെ ഒന്നും കിട്ടത്തില്ല. അത് ശരിയാ, സ്കാർബറോയിലാണ് കൂടുതൽ പലഹാരം കിട്ടത്തില്ല. പിന്നെന്തോ കിട്ടുന്നത്? നാട്ടിലെ പലഹാരം കിട്ടത്തില്ല. അത് ശരിയാ, ഇതാണ് മെയിൻ പ്രശ്നം. താഴെ കിടക്കുന്ന എന്തും തിന്നും. ആ പ്രശ്നത്തിന് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പാർദ്ധം വലുതായത് പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു സ്ഥലത്തൊന്നും കൊണ്ടുപോയി കഴിപ്പിക്കാൻ പറ്റത്തില്ല. പുള്ളിക്ക് അങ്ങ് നടക്കണം. അതുകൊണ്ട് ഞങ്ങളൊരു വിശാലമായ പാർക്കിലാണ് ചെന്നത്. പാർക്കിൽ ഇരുത്തി കഴിപ്പിക്കുക. മണ്ടേ പൊടിയോടെ പൊടിയായിരുന്നു. പുതിയ പേരാ പൊടി. പൊടി പൊടി കഴിഞ്ഞു. ഇന്ന് റിലാക്സ് ആയി. ഇനി അമ്പലം തുറന്ന് കാണും. ഇപ്പൊ ഇനി അമ്പലത്തിലോട്ട് പോവാം. ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിശ്വാസവും ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്പലമാണ്. അയ്യപ്പന്റെ അമ്പലം സ്കാർബോയിലുള്ള. അവിടെ വണ്ടി തമിഴറയാ നമ്മുടെ എന്താ അവിടെ ഇങ്ങനെ 18 പടിയൊക്കെ നല്ല രസമാണ്. പക്ഷെ അവിടെ ഫോട്ടോ വീഡിയോ ഒന്നും അലൗഡ് അല്ല. അത് അല്ലെങ്കിൽ ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്കാർബറോയിലുള്ള അയ്യപ്പൻ്റെ അമ്പലം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ വരാറുണ്ട്. അതേപോലെ എടുത്തു പറയേണ്ടത് പാർത്ഥൻ്റെ ഭക്തിയാണ്. പാർത്ഥന് നാട്ടിലൊക്കെ പോയി കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് അമ്പലത്തിലൊക്കെ പോയി ഭയങ്കര ഭക്തിയായി. ഇപ്പം ഇതാ അതിൻ്റെ അമ്പലത്തിൻ്റെ അകവശം. ഇത് എടുക്കാൻ പറ്റുമോ അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുത്തപ്പോഴൊന്നും ആരും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പ്രാർത്ഥന എല്ലാവരെയും നോക്കി അങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു. മമ്മി ഫസ്റ്റ് ടൈമായി അമ്പലത്തിൽ വരുന്നത്. കഴിഞ്ഞ തവണ മമ്മി വന്നപ്പോൾ ഈ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ പൂജയെന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇതുപോലെ വണ്ടി പൂജിക്കുന്നത് നാട്ടിൽ പോലും കണ്ടിട്ടില്ല. ഒരുപാട് സമയം എടുത്ത് അവർ താക്കോല് അകത്ത് വെച്ച് പൂജിച്ച് അത് കഴിഞ്ഞ് വണ്ടി പുറത്തു നിന്ന് തിരുമേനി വന്നെല്ലാം പൂജിച്ച്. അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു അയ്യപ്പൻ്റെ വിഗ്രഹം അമ്പലത്തിൽ നിന്ന് തന്നത്. അത് അപ്പം തന്നെ ഞങ്ങൾ കാറിൽ വെച്ചു. പൂജയൊക്കെ കഴിഞ്ഞു. പൂജയൊക്കെ നല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ പൂജയൊക്കെ കാണുന്നത്. അങ്ങനെ നല്ല രീതിയിലെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇറങ്ങി. ഞങ്ങൾക്കൊരു വിഗ്രഹവും കിട്ടി കേട്ടോ. അയ്യപ്പൻ്റെ ഒരു ചെറിയ വിഗ്രഹം അമ്പലത്തിൽ നിന്നാണ് കാണുന്നത്. അതും ഞങ്ങൾ വണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം നന്നായിട്ട് കഴിഞ്ഞു. ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം നന്നായിട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് ഞാൻ നാട്ടിൽ നിന്നുള്ളത് കുറച്ച് സാധനം ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലായിട്ട് പോയി അതൊക്കെ കൊടുത്ത് വരാമെന്ന് വെച്ച് ആദ്യത്തെ വീട്ടിലോട്ട് പോവുക. സ്കാർബറോ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തൊട്ടേ നിന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളൊരു സ്ഥലമാണ്. പരിചയക്കാരുള്ള സ്ഥലം സ്കാർബറോയാ. അങ്ങനെ പിന്നെ എപ്പായാലും വരാനും ഇഷ്ടവും. അതെ അതെ. ഫസ്റ്റ് ഇപ്പം ഞങ്ങൾ എന്താ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചേച്ചിയുടെ വീട്ടിൽ പോവുക. ചേച്ചിയുടെ സാധനം കൊടുക്കാൻ. അത് അമ്മയൊന്നും വേണ്ട, ചേച്ചി മതി. ഇതെല്ലാം വരുന്നുണ്ട് കേട്ടോ. സംസാരിക്കാൻ വരത്തില്ലേ? ഇതാണ് ഞങ്ങളിപ്പോ ഫസ്റ്റ് വന്ന പ്രഭചേച്ചിയുടെ വീട്ടില. ഇതാ ഞങ്ങളുടെ പ്രഭചേച്ചി. ഞങ്ങൾക്ക് മഞ്ഞപേശന്ന കുടല് കത്തി വരും മണ്ണ തരുന്ന ചേച്ചി. ഞാൻ ആമസോണിൽ ജോലി ചെയ്യുമ്പോൾ കുടല് കത്തി വരുന്ന സമയത്തൊക്കെ ചേച്ചിയെ വിളിച്ച് ഫുഡ് തന്നിട്ടുള്ളത്. ചേച്ചിക്ക് ഇപ്പൊ ഇതൊക്കെ പറയുന്ന നാണക്കേടാ. ചേച്ചിക്ക് നാണക്കേടാ. പക്ഷെ അശോക് കുമാറിന് നാണക്കേടില്ല. നാണക്കേടില്ല. ഞങ്ങള് വീട്ടിൽ മാറി നിന്നിട്ട് അശോക് കുമാറിന്റെ സിനിമയിലെ ഡയലോഗ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വരുന്നതാ. അതെ അതെ. അന്ന് അതിന് ഐസ ചേട്ടനുണ്ട്. ചേട്ടൻ ഉണ്ടാക്കി വെച്ച മീൻ കറി നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. ഇല്ല കാതെ കണ്ടോ. ഇതൊക്കെ ഞങ്ങളെ ആൾക്കാരെ ചേച്ചിയെ പരിചയപ്പെടുത്തി കൊടുത്താ. മനസ്സിലായോ? ഇതെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ചേച്ചി വന്നപ്പോ പറഞ്ഞ് നമ്മുടെ അടിപൊളി വ്ളോഗാ. ഇപ്പൊ ഇട്ട് കൊടുത്തു. എന്നോട് പറഞ്ഞു ഞാൻ നാട്ടിൽ പോയിട്ടൊന്നും പറഞ്ഞ അടിപൊളി വ്ളോഗാ. നാട്ടിൽ പോയതൊക്കെ അടിപൊളി. ഞാനിപ്പോ ചോദിച്ചു കണ്ടോ. ഇല്ല. ഇത് ചേച്ചിയുടെ മോനാണ് ലിന്നോ. ഞങ്ങൾ കുറേ നേരം എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന ഒരു സ്വന്തം വീട്ടിലോട്ട് വരുന്ന പോലെ തന്നെ. ഞങ്ങളിങ്ങനെ പ്രഭചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇപ്പം വീട്ടിലോട്ട് പോകാൻ ഇറങ്ങുക. പ്രഭചേച്ചി വണ്ടി കാണാനൊക്കെ വന്നതാ. ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊടുത്ത്. പ്രഭചേച്ചി സൈൻ ഔട്ട് ചെയ്തേ. ഇങ്ങനെ പറ, ഐ ആം സൈനിങ് ഔട്ട്.
ഐ ആം സൈനിങ് ഔട്ട്. ശരി കേട്ടോ, ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ടാറ്റ ബ്രോ ചേച്ചി, ബൈ ബൈ.